ഹലോ എവ്രി വൺ. ഇന്ന് ഞാനിവിടെ എൻ്റെ ഇയർ പ്ലാനറാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ 2024 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഞാൻ ഈ ബുക്കിലാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടും ഉണ്ട്. ഞാൻ എങ്ങനെ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലാ മാസവും ഒരു മാസം വരച്ചതിന് ശേഷം എല്ലാ മാസവും വരച്ച് ഇതുപോലെ ഹോൾ ഇയർ ഞാൻ ചെയ്തിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുമാതിരി നമ്മൾ ഡിസിപ്ലിൻഡ്, സിസ്റ്റമാറ്റിക്, അക്കംപ്ലിഷ് ചെയ്ത ടാസ്കുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ 2025 എനിക്ക് ഈ ഇയർ പ്ലാനർ കാൽപ്പിൻ്റെ തോന്നുന്നു മേടിച്ച് തന്നിരുന്നു. ഇതും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് നമ്മുടെ മന്ത്ലി ഓവറോൾ വ്യൂ, പിന്നെ അതുപോലെ ഈ കളർ പെൻസിൽ എഴുതുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കാണാനായിട്ട്, കളർഫുൾ. അപ്പം നമ്മളും ഒന്ന് കളർഫുൾ ഹാപ്പിയൊക്കെ ആകും. പിന്നെ പുതിയ സ്കിൽസൊക്കെ പഠിക്കുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് എഴുതാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ഈ ഗൂഗിൾ പേ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. എൻ്റെ മക്കളാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, ഇൻഡിപെൻഡൻ്റ് ആക്കി അവർ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ തന്നെ എൻ്റെ ഇയർ പ്ലാനർ ക്രിയേറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ എൻ്റെ ഇയർ പ്ലാനർ ഒരു മാസമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കളറുമൊക്കെ കൊടുത്ത് എനിക്ക് എങ്ങനെ വേണം, എന്തൊക്കെ വേണം, എൻ്റെ ബക്കറ്റ് ലിസ്റ്റ്, എൻ്റെ ഗോൾസ്, എൻ്റെ ഷോപ്പിംഗ് ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ ബുക്സ് ടു റീഡ് എന്തൊക്കെയാണ്, എൻ്റെ ട്രാവൽ ലോഗ് എങ്ങനെയാണ്, പിന്നെ എൻ്റെ മന്ത്ലി ഗോൾസ്, എൻ്റെ വീക്ക്ലി പ്ലാനർ, അങ്ങനെ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുത്തു. എനിക്ക് ചിലതെല്ലാം ഞാൻ പോയി നെറ്റിലെടുത്തു. എനിക്ക് വേണ്ടി അത് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി. ഇൻ ബിറ്റ്വീൻ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹാബിറ്റ് ട്രാക്കറാണത്. അപ്പോൾ അതിന് നമ്പർ ഓഫ് ഡേയ്സ് എത്ര വേണം, എത്ര ലൈൻ, എത്ര റോസ്, എത്ര കോളംസ്, ഇതെല്ലാം നോക്കി അങ്ങനെ ചെയ്യുന്നതും ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെ ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇയർ പ്ലാനർ ഇതിൽ തന്നെ ഫില്ല് ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ബുക്കായിട്ട് വേണം. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തത്. കണ്ടില്ലേ, ഒരു മേസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു മന്ത് എൻഡ് ആകുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ. ഇതിപ്പോൾ കളർ ചെയ്യാം എനിക്ക്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ബൈ യു ഹാവ് ടു തിങ്ക് ആൻഡ് ബി ക്രിയേറ്റീവ്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്ന് ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് യു ഫീൽ പ്രൗഡ് ഓൾസോ. അപ്പോൾ ഈ ഇയർ പ്ലാനറിൻ്റെ ജേണി പറയുന്നത് തന്നെ എൻ്റെ മോള് ഇങ്ങനെ യൂസ് ചെയ്യും, എൻ്റെ മൂത്ത മോള്. അപ്പോൾ അവളിങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടാണ് 24 ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ 25 ഞാൻ മേടിച്ചത്. ഇപ്പോൾ 26 ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഇയർ പ്ലാനർ പറയുമ്പോൾ ഇറ്റ് മേക്സ് എ സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻഡ്, പ്രൗഡ്. നമ്മൾ ഓരോ ടാസ്ക്സ് നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി അത് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ അപ്പോൾ ശരിക്കും ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് ഇത് ഇവിടെ നോട്ട് ചെയ്യാം. അങ്ങനെ അതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഹൈലൈറ്റ് ഓഫ് ദി ഇയർ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ ഇയർ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനാൽ കൊടുത്തു വിട്ട് ഹസ്ബൻഡ് എനിക്കത് ബുക്കാക്കി കൊണ്ട് തരികയും ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് അതിൻ്റെ ഇയർ പ്ലാനർ 2026 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്, ബ്യൂട്ടിഫുൾ തിങ്സ് അവെയിറ്റ് യു, കീപ് ഗോയിങ്. ഇത് എനിക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ 2026 ഇയർ പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇയർ പ്ലാനർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ശരിക്കും നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഐ നോ എന്ത് യൂസ്ഫുള്ളാണ് എന്നുള്ളത്. ഇതൊരു റെക്കോർഡ് കീപ്പിംഗ് പോലെ തന്നെയാണ്. നമ്മുടെ ടു ഡു ലിസ്റ്റ്, നമ്മുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാൻ, നമ്മുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ, നമ്മുടെ മന്ത്ലി അക്കംപ്ലിഷ്മെൻറ്റ്സ്, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, മന്ത്ലി ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്. സോ ഐ എം റിയലി ഹാപ്പി. എനിക്ക് എൻ്റെ അങ്ങനെ 2026 ഇയർ പ്ലാനർ ബുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2026 തിങ്ക് ബിഗ്, ഡ്രീം ബിഗ്, ബിലീവ് ബിഗ്, അച്ചീവ് ബിഗ്. സോ ഇത് തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2026 ടു ഓൾ ഓഫ് യു.